നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കോർപ്പറേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇത് HDC ടെക്സ്റ്റിൻ്റെ ബേസിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ PSC എക്സാംസിനൊക്കെ അതിൻ്റെ ബേസിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോക്കാം. ആപ്കോസ് റേസ് ഫണ്ട്സ് ഇൻ ദ ഫോളോയിങ് വേ. അപ്പം ആപ്കോസ് ഏതൊക്കെ രീതിയിൽ ഫണ്ട്സ് റേസ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഫ്രം ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൻഡ് ഗവൺമെൻറ്. ഇപ്പം ഷെയർ ക്യാപിറ്റൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ഉള്ളത്. ലോൺസ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റ് ഫ്രം കേരള ബാങ്ക്. കേരള ബാങ്കിൽ നിന്നുള്ള ലോൺസും ക്യാഷ് ക്രെഡിറ്റും. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം NDDB എന്നുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ലോൺസ് ഫ്രം റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഇപ്പോൾ റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിൽ നിന്നുള്ള ലോൺസ്. ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻസും സബ്സിഡീസും ഒക്കെ. റിസർവ് ഫണ്ട് ആൻഡ് അതർ റിസർവ്സ്. അപ്പം ആപ്കോസ് ഫണ്ട്സ് റേസ് ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റൽ ഫ്രം ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൻഡ് ഗവൺമെൻറ്, ലോൺസ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റ് ഫ്രം കേരള ബാങ്ക്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം NDDB, ലോൺസ് ഫ്രം റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്, ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെൻറ്, റിസർവ് ഫണ്ട് ആൻഡ് അതർ റിസർവ്സ്. അപ്പോൾ അടുത്തത് കേരഫെഡിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കേരഫെഡ് പ്രൊക്യൂസ് കൊപ്ര അണ്ടർ ദ പ്രൈസ് സപ്പോർട്ട് സ്കീം ഓൺ ബിഹാഫ് ഓഫ് നാഫെഡ്. അപ്പം കേരഫെഡ് കൊപ്ര പ്രൊക്യൂർ ചെയ്യുന്നത് പ്രൈസ് സപ്പോർട്ട് സ്കീം പ്രകാരമാണ് നാഫെഡിൻ്റെ ബിഹാഫിൽ. കേരഫെഡ് ഹാസ് 2 എക്സ്പെല്ലർ ഓയിൽ എക്സ്ട്രാക്ഷൻ പ്ലാന്റ്സ്. അപ്പം കേരഫെഡിന് 2 എക്സ്പെല്ലർ ഓയിൽ എക്സ്ട്രാക്ഷൻ പ്ലാന്റ്സ് ആണുള്ളത്. ഒന്ന് കൊല്ലത്തും മറ്റേത് കോഴിക്കോടും. ഇപ്പം കേരഫെഡിന് എക്സ്പെല്ലർ ഓയിൽ എക്സ്ട്രാക്ഷൻ പ്ലാന്റ്സ് ഉള്ളത് കൊല്ലത്തും കോഴിക്കോടുമാണ്. കേരഫെഡിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. കേരഫെഡ് എന്ന് പറഞ്ഞാൽ കേരള കേര കർഷക സഹകരണ ഫെഡറേഷനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കേരഫെഡ് ആണ്. അപ്പം ഇന്ത്യയിൽ കോക്കനട്ട് ഓയിൽ ഏറ്റവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേരഫെഡ് ആണ്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ ഓഫ് പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേരളത്തിലെ. അപ്പം കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964 ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിന്. ട്രേഡ് നെയിമാണ് സുരഭി. അപ്പം കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷനാണ് പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സിൻ്റെ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964 ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിന്. ട്രേഡ് നെയിം സുരഭി. ഇപ്പം മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് ആൻഡ് കോർപ്പറേഷൻ ഓൺഡ് ബൈ ഗവൺമെൻറ്. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. മെമ്പേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നുണ്ട്. നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് ആൻഡ് കോർപ്പറേഷൻ ഓൺഡ് ബൈ ഗവൺമെൻറ്. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് സൊസൈറ്റിക്കൊരു എക്സ്പോർട്ട് ആൻഡ് എക്സിബിഷൻ ഡിവിഷനുണ്ട് എറണാകുളത്ത്. അപ്പം ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് സൊസൈറ്റിയുടെ എക്സ്പോർട്ട് ആൻഡ് എക്സിബിഷൻ ഡിവിഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. ടൈപ്സ് ഓഫ് ലോൺ സാങ്ഷൻഡ് ബൈ KS കാർഡ് ബാങ്ക്. അപ്പം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് സാങ്ഷൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലോൺസ് നമുക്ക് നോക്കാം. അടുത്തത് ഓർഡിനറി അഗ്രികൾച്ചറൽ ലോണ്. പിന്നെ വരുന്നത് സ്കീം ലോൺസ് ആണ്. അത് ഫോർ മെക്കാനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, പർച്ചേസ് ഓഫ് വെഹിക്കിൾസ് ഫോർ അഗ്രികൾച്ചറൽ ഓപ്പറേഷന്, പർച്ചേസ് ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷന്, അഗ്രികൾച്ചറൽ ട്രേഡിങ്, ഓപ്പണിംഗ് അഗ്രികൾച്ചറൽ ക്ലിനിക്സ്, ലോൺസ് ഫോർ അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ സ്കീം ലോൺസ് വരുന്നത് ഫോർ മെക്കാനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, പിന്നെ വെഹിക്കിൾസ് അഗ്രികൾച്ചറൽ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ, ലാൻഡ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് ലാൻഡ് പർച്ചേസ് ചെയ്യാൻ, അഗ്രികൾച്ചറൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, ഓപ്പണിംഗ് അഗ്രികൾച്ചറൽ ക്ലിനിക്സ്, ലോൺസ് ഫോർ അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പോൾ സ്കീം ലോൺസ് വരുന്ന ഇതൊക്കെയാണ്. അടുത്തത് നോൺ അഗ്രികൾച്ചറൽ ലോൺസ്.
അത് ഫോർ കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. പർച്ചേസ് ഓഫ് വെഹിക്കിൾസ്, കോമ്പോസിറ്റ് ലോൺസ്, ഹൗസ് ലോൺസ്, എഡ്യൂക്കേഷണൽ ലോൺസ്. ഇപ്പം നോൺ അഗ്രികൾച്ചറൽ ലോൺസിൽ വരുന്നത് ഫോർ കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, പർച്ചേസ് ഓഫ് വെഹിക്കിൾസ്, കോമ്പോസിറ്റ് ലോൺസ്, ഹൗസ് ലോൺസ്, എഡ്യൂക്കേഷണൽ ലോൺസ്. House loans are issued on the basis of financial assistance received from NHB and HDFC. അപ്പം ഹൗസ് ലോൺസ് ഇഷ്യൂ ചെയ്യുന്നത് NHBന്നും HDFCന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുന്നതിൻ്റെ ബേസിലാണ്. അടുത്ത ടൈപ്പ് ലോൺ എന്ന് പറയുന്നത് ഗോൾഡ് ലോൺസ് ആണ്. അപ്പം ടൈപ്പ് ഓഫ് ലോൺസ് സാങ്ഷൻഡ് ബൈ കേസ്കാർഡ് ബാങ്ക് എന്ന് പറയുന്നത് ഒന്ന് ഓർഡിനറി അഗ്രികൾച്ചറൽ ലോണ്, പിന്നെ വരുന്നത് സ്കീം ലോൺസ് ആണ്. അത് ഫോർ മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. പിന്നെ വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ, കൾട്ടിവേഷന് വേണ്ടിയുള്ള ലാൻഡ് പർച്ചേസ് ചെയ്യാൻ, അഗ്രികൾച്ചറൽ ട്രേഡിങ്, ഓപ്പണിംഗ് അഗ്രികൾച്ചറൽ ക്ലിനിക്സ്, ലോൺസ് ഫോർ അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അടുത്തത് നോൺ അഗ്രികൾച്ചറൽ ലോൺസ് വരും. അത് ഫോർ കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, പർച്ചേസ് ഓഫ് വെഹിക്കിൾസ്, കോമ്പോസിറ്റ് ലോൺസ്, ഹൗസ് ലോൺസ്, എഡ്യൂക്കേഷണൽ ലോൺസ് ഒക്കെ. ഹൗസ് ലോൺസ് ഇഷ്യൂ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിസീവ്ഡ് ഫ്രം NHB ആൻഡ് HDFC. അടുത്ത ടൈപ്പ് ഓഫ് ലോൺ എന്ന് പറയുന്നത് ഗോൾഡ് ലോൺസ്. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലെങ്ങാനും അങ്ങനെ ചോദിച്ചാൽ ഇത് ജസ്റ്റ് HDC ടെക്സ്റ്റിൽ ഇതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് എല്ലാം ഒന്നുകൂടെ നോക്കാം. ആപ്കോസ് ഫണ്ട്സ് റേസ് ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റൽ ഫ്രം ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൻഡ് ഗവൺമെൻറ്, ലോൺസ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റ് ഫ്രം കേരള ബാങ്ക്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം NDDB, ലോൺസ് ഫ്രം റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്, ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെൻറ്, റിസർവ് ഫണ്ട് ആൻഡ് അതർ റിസർവ്സ്. കേരഫെഡ് പ്രൊക്യൂസ് കൊപ്ര അണ്ടർ ദ പ്രൈസ് സപ്പോർട്ട് സ്കീം ഓൺ ബിഹാഫ് ഓഫ് നാഫെഡ്. ഇപ്പം നാഫെഡിൻ്റെ ബിഹാഫിലാണ് കേരഫെഡ് കൊപ്ര പ്രൊക്യൂർ ചെയ്യുന്നത് പ്രൈസ് സപ്പോർട്ട് സ്കീം പ്രകാരം. കേരഫെഡിന് 2 എക്സ്പെലർ ഓയിൽ എക്സ്ട്രാക്ഷൻ പ്ലാന്റ്സ് ഉണ്ട്, ഒന്ന് കൊല്ലത്തും മറ്റേത് കോഴിക്കോടും. കേരഫെഡിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ്, ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കേരഫെഡ് ആണ്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷനാണ് പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964. ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിന്, ട്രേഡ് നെയിമാണ് സുരഭി. മെമ്പേഴ്സ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരും. നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് ആൻഡ് കോർപ്പറേഷൻ ഓൺഡ് ബൈ ഗവൺമെൻറ്. അതുപോലെ തന്നെ ഇതിനൊരു എക്സ്പോർട്ട് ആൻഡ് എക്സിബിഷൻ ഡിവിഷൻ ഉണ്ട് എറണാകുളത്ത്. ടൈപ്പ് ഓഫ് ലോൺസ് സാങ്ഷൻ ബൈ കേസ്കാർഡ് ബാങ്ക് എന്ന് പറയുന്നത് ഓർഡിനറി അഗ്രികൾച്ചറൽ ലോൺ വരും. സ്കീം ലോൺസ് അത് ഫോർ മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, പർച്ചേസ് ഓഫ് വെഹിക്കിൾസ് ഫോർ അഗ്രികൾച്ചറൽ ഓപ്പറേഷന്, പർച്ചേസ് ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷന്, അഗ്രികൾച്ചറൽ ട്രേഡിങ്, ഓപ്പണിംഗ് അഗ്രികൾച്ചറൽ ക്ലിനിക്സ്, ലോൺസ് ഫോർ അലൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അടുത്ത നോൺ അഗ്രികൾച്ചറൽ ലോൺസ് ഫോർ കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, പർച്ചേസ് ഓഫ് വെഹിക്കിൾസ്, കോമ്പോസിറ്റ് ലോൺസ്, ഹൗസ് ലോൺസ്, എഡ്യൂക്കേഷൻ ലോൺസ് എക്സെട്ര. ഹൗസ് ലോൺസ് ഇഷ്യൂ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിസീവ്ഡ് ഫ്രം NHB ആൻഡ് HDFC. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഗോൾഡ് ലോൺസ്. അപ്പം വീഡിയോസൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. ജസ്റ്റ് പോയിൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുമ്പോൾ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാലൊന്ന് ഓർത്തിരിക്കാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.